ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 42% വോട്ടും CPM-ന് 30% വോട്ടുമാണ്. ഞങ്ങൾക്ക് 110 സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ആകെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്ന ഏക സർവേയാണ്. ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫേക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിനെതിരായിട്ട് AICC ലീഗൽ നടപടികൾ എടുക്കുകയാണ്. അവർക്കെതിരായിട്ട് AICC പറഞ്ഞ് AICCയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു റിപ്പോർട്ടുണ്ടാക്കി ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന കാപഢ്യമാണ് CPM-നെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. ഒരു കനകോല് റിപ്പോർട്ടും ഇവിടെ ഇല്ല. അത് ഞങ്ങൾ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയല്ലോ. ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആ സ്ഥാപനത്തിനെതിരായി, ഈ ഫേക്ക് ന്യൂസിനെതിരായിട്ട്. ഞങ്ങൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല. ഞാനൊന്നും എൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല. എന്താ കാരണം? അല്ല, അത് ഒരു സർവേയാണ്, അവരുടെ റിപ്പോർട്ടാണ്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിലധികം ത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. കഠിനാധ്വാനം ചെയ്ത് കണ്ടീഷനിലാണ്. കഠിനാധ്വാനം ചെയ്താൽ നല്ല വിജയം ഉണ്ടാവുള്ളൂ. ആ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിനധികം അധികാരത്തിൽ വരും. അതാണ് UDF-ൻ്റെ കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും അത് തന്നെയാണ്. ഞങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പറയും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ വ്യക്തതയുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും ചെയ്യും, ഇവരുടെ ജനവിരുദ്ധ നിലപാടുകളെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം അപ്പോൾ ഒരു ചോദ്യം വരും, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ് കൂടി ഞങ്ങൾ പറയും. കേരളം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നതിൻ്റെ പലരും നിങ്ങൾ വന്നാലോ? ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്. ഞങ്ങൾ അത് പറയും ജനങ്ങളോട്. അത് വരും ഉറപ്പായിട്ടും. ഇന്നലെ ഞങ്ങൾ കൃത്യമായിട്ട് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ജനുവരി 25-ാം തീയതി NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ് വി.ഡി. സതീശൻ സംസാരിക്കുകയായിരുന്നു. വിവിധ വിഷയങ്ങളുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം പറയുകയായിരുന്നു വി.ഡി. സതീശൻ.